നാളെ അധ്യാപക ദിനമാണ്. ഒരു അധ്യാപകനെതിരെയുള്ള പീഡന കേസ് കോപ്പിയടി പിടിച്ചതിന് മക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥിനികൾ വ്യാജമായി കൊടുത്തതാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. 11 വർഷത്തിനു ശേഷം അധ്യാപകനെ വെറുതെ വിട്ടു. മഞ്ഞിന്റെ വിശുദ്ധിയിൽ ശാന്തമായി ഒഴുകുന്ന മൂന്നാറിൽ ഏതാനും രാഷ്ട്രീയ നേതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും കലക്കിയ വിഷം കഴുകിക്കളയാതെ അധ്യാപക ദിനത്തെക്കുറിച്ച് ഗൂഢാലോചനക്കാരെ നിങ്ങളൊരക്ഷരം മിണ്ടരുത്. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ 2014 സംഭവം. ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച 5 SFI വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പിടികൂടി. സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തി. പക്ഷേ ആ മഹാഗുരു ഇടതനുകൂല സംഘടനക്കാരനാണത്രേ. കോപ്പിയടി റിപ്പോർട്ട് ചെയ്തില്ല. തീർന്നില്ല, അധ്യാപകൻ തങ്ങളെ പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. മൂന്നാർ പോലീസ് കേസെടുത്തു. 11 വർഷത്തിനു ശേഷമാണ് അന്തിമവിധി. കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്നായിരുന്നു വിധി. വിദ്യാർത്ഥിനികളാണ് ശരിയെങ്കിൽ അപ്പീൽ പോട്ടെ, അല്ലെങ്കിൽ കുട്ടി നേതാക്കളും ഒത്താശ ചെയ്ത മൂത്ത നേതാക്കളും അധ്യാപകന്റെ കാലിൽ വീഴണം. ലോകത്തെ ഏറ്റവും പവിത്രമായ തൊഴിലിൽ വ്യാപരിക്കവേ സഹ അധ്യാപകനെ ചതിക്കാൻ കൂട്ടുനിന്ന അധ്യാപകരും കൂടെ പോട്ടെ. നിങ്ങളാദ്യം മനുഷ്യരാകണം, എന്നിട്ടാകാം നാട് നന്നാക്കൽ. പരീക്ഷാ ഹാളിൽ അധ്യാപകൻ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു വിദ്യാർത്ഥിനികളുടെ പരാതി. ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച 4 കേസിൽ 2 എണ്ണത്തിൽ അധ്യാപകനെ വെറുതെ വിട്ടു. 2 കേസിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവും 5000 രൂപ പിഴയും ചുമത്തി. ഇതിനെതിരെ അധ്യാപകൻ 2021 തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീൽ അനുവദിച്ചാണ് ജഡ്ജി ലൈജുമോൾ ഷെരീഫ് അധ്യാപകനെ വെറുതെ വിട്ടത്. വ്യാജ പരാതിക്ക് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ കൂട്ടുനിന്നു. പെൺകുട്ടികളുടെ മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി നിരപരാധിയെ കുറ്റക്കാരനാക്കിയ പോലീസിനെയും കോടതി വിമർശിച്ചു. എന്ത് കാര്യം? സ്വന്തം വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച ഗുരുനാഥൻ എന്ന അപമാനവും പേറി 11 വർഷം നരകിക്കേണ്ടി വന്നു. വിശ്വനാഥൻ കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ അംഗമായിരുന്നതാകാം കൊടുക്കാനുള്ള മറ്റൊരു കാരണം. മൂന്നാറിലെ CPM ഓഫീസിൽ വെച്ച് പരാതി തയ്യാറാക്കിയെന്നായിരുന്നു ആരോപണം. പക്ഷെ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് മുൻ MLA S രാജേന്ദ്രൻ ന്യായീകരിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും നടത്തി മരണത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോഴും പാർട്ടിക്ക് ന്യായങ്ങളുണ്ടായിരുന്നു. ഈ കേസിൽ മറ്റൊരു ഗൂഢാലോചനയുടെ പശ്ചാത്തലവുമുണ്ട്. MG സർവകലാശാലയുടെ വിജിലൻസ് സ്ക്വാഡ് കൺവീനറായി താൻ പ്രവർത്തിച്ചിരുന്ന 2007 കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ കോപ്പിയടി പിടിച്ചതിന്റെ വൈരാഗ്യമാണ് കേസിന് ആസ്പദമായ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് ആനന്ദ് വിശ്വനാഥൻ ദീപികയോട് പറഞ്ഞു. ഒരു പോള കണ്ണടയ്ക്കാൻ പോലും കഴിയാത്ത തീവ്രവേദനയുടെ നാളുകളിലൂടെയാണ് കടന്നുപോയത്. ഭാര്യയും 3 മക്കളും ഒപ്പം നിന്നു. കോപ്പിയടി റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂല വിധിയുണ്ടായതിനെ തുടർന്നാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലേക്ക് തിരികെ എത്താനായത്. 2021 ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായിട്ടാണ് വിശ്വനാഥൻ വിരമിച്ചത്. സ്ത്രീകൾ സ്വന്തം മാനത്തെക്കുറിച്ച് നുണ പറയില്ല എന്ന നിഗമനത്തിലാണ് പീഡന കേസുകളിൽ സ്ത്രീയുടെ മൊഴിക്ക് കോടതി പ്രാധാന്യം കൊടുത്തത്. പക്ഷെ അത്തരം സങ്കല്പങ്ങളെയൊക്കെ ചവിട്ടിത്തേച്ചും യഥാർത്ഥ പീഡന കേസുകളിലെ ഇരകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഇടയാക്കിയുമാണ് ഈ പാർട്ടി വിദ്യാർത്ഥിനികളുടെ വ്യാജ പീഡന കേസ്. ഇത്തരം വ്യാജ പരാതിക്കാർ മറഞ്ഞിരിക്കാൻ പാടില്ല, കേസെടുക്കണം. 11 വർഷം സ്വന്തം അധ്യാപകനെ കല്ലെറിയാൻ നിർത്തിയ വിദ്യാർത്ഥിനികളും പാർട്ടി നേതാക്കളും രാഷ്ട്രീയ തിമിരം ബാധിച്ച സഹ അധ്യാപകരും വിചാരണ ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മുഷ്കിൽ അവരിനിയും ഗുരുശിഷ്യ ബന്ധത്തെയും നിയമ സംവിധാനത്തെയും വരെ ദുരുപയോഗിക്കാൻ ശ്രമിക്കും.